സെപ്റ്റംബർ 8 ഞായറാഴ്ച കേരളം ഒന്നാകെ ഒരു ജാഗ്രത പാലിക്കാൻ വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഈ കേരളത്തിൽ 131 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഏതൊക്കെ വില്ലേജുകളാണ് ഇങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുന്നതെന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പമെങ്കിലും വനഭൂമി ഉള്ള വില്ലേജുകളൊക്കെ പരിസ്ഥിതി ലോല വില്ലേജുകളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഉണർന്നെണീറ്റില്ലെങ്കിൽ പല വില്ലേജുകളിലും ജനജീവിതം അസാധ്യമായി മാറും. പരിസ്ഥിതി ലോല പ്രദേശത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഗതാഗതത്തിന് വളരെ കർശനമായ നിയന്ത്രണമുണ്ടാവും. അവിടെ നിർമ്മാണ പ്രവർത്തികൾ ഒന്നും തന്നെ സാധ്യമല്ലാതാവും. അവിടെ റോഡുകൾ, മറ്റ് സൗകര്യങ്ങളൊക്കെ കാലക്രമേണ ഇല്ലാതായി മാറും. അതൊരു വലിയ ഭീഷണിയാണ്. പലപ്പോഴും പലരും ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. കേരള ഗവൺമെൻറ്റൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് അവബോധത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാണുമ്പോൾ വളരെ ഉദാസീനമായ നടപടികളാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് വേണം പറയാൻ. ജനപ്രതിനിധികൾ, ജനങ്ങളെല്ലാവരും ഈ പ്രശ്നം ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളും ഇനി പഴയതുപോലെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഒരു വില്ലേജ്, ഒരു പഞ്ചായത്ത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചാൽ ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ തകർന്നടിയോ എന്നുള്ളത് സംശയം വേണ്ട. അവിടെ ജീവിക്കുന്നവർക്കൊരു ലോൺ എടുക്കാൻ സാധിക്കുകയില്ല. അവർക്ക് സ്ഥലം വിൽക്കാൻ വെച്ചാൽ കഴിഞ്ഞാൽ ആരും സ്ഥലം വാങ്ങുകയില്ല. നിരവധി സാമൂഹിക പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉടലെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഇത് അനുഭവവേദ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, സർക്കാരുകളെ സത്വരമായ നടപടിക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജാഗ്രതാ ദിനത്തിൻ്റെ ലക്ഷ്യം. ഇതൊരു അക്രമ സമരവും ഒന്നുമല്ല. സമാധാനപൂർണമായ മാർഗത്തിലൂടെ ജനങ്ങളിലേക്ക് ഈ പ്രശ്നത്തിൻ്റെ, ഈ ഭീഷണിയുടെ കാഠിന്യത്തെക്കുറിച്ച് അവബോധം നൽകുക. അങ്ങനെ ജാഗ്രതയോടെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൃത്യമായ കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കണം. ഏതൊക്കെ വില്ലേജുകളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ആവശ്യം, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ജനവാസ മേഖലകളെ നിർബന്ധമായും ഈ ESA വിജ്ഞാപനത്തിൽ നിന്ന് ഒഴിവാക്കണം. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും മാറ്റി നിർത്തണം. ഈ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും ESA പ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കാൻ പോകുന്നത്. കാരണം സാധാരണ ജീവിതം അവിടെ സാധ്യമല്ല. നമ്മുടെ കൃഷി രീതികൾക്ക് പോലും നിയന്ത്രണം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ടുള്ള പ്രഖ്യാപനത്തിന് ഉള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തയ്യാറെടുപ്പിന് കേരള ഗവൺമെൻറ് കൃത്യമായി മറുപടി കൊടുക്കണം. ഗവൺമെൻറ് ജനങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകണം. കളവ് നൽകണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, സത്യസന്ധമായ റിപ്പോർട്ട് നൽകണം. ജനവാസ മേഖലകളെ, കൃഷിയിടങ്ങളെ കൃത്യം വേർതിരിച്ച് ജിയോ കോർഡിനേറ്റേഴ്സ് ഉപയോഗിച്ച് വേർതിരിച്ച് അതിൻ്റെ കണക്ക് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം നമുക്കറിയാം, കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഭീഷണി എന്ന് പറയുന്നത്. ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാകാൻ പോകുന്നു. വലിയൊരു ഭീഷണി നമുക്ക് മുമ്പിൽ നിലനിൽക്കുമ്പോഴും പലരും അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരല്ല. ഈ മുല്ലപ്പെരിയാറിൻ്റെ തീരത്ത് അല്ലെ താഴ്ഭാഗങ്ങളിൽ വരുന്ന എറണാകുളം, കോട്ടയം ഡിസ്ട്രിക്റ്റ് ഒക്കെ പോകുമെന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകാൻ സാധിക്കുന്ന വിധത്തിൽ വലിയ ഭീഷണിയുള്ള ഒരു അണക്കെട്ട്, നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു അണക്കെട്ട്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ഈ അണക്കെട്ട് ഇത്രയും വലിയ ഭീഷണി നിലനിർത്തുമ്പോൾ, അല്ലെങ്കിൽ ഭീഷണിയാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ജനപ്രതിനിധികൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കണം. തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ടെന്ന് ആരും പറയുന്നില്ല. അവർക്ക് വെള്ളം കൊടുക്കട്ടെ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. പുതിയ ഡാം പണിയണം.
പുതിയ അണക്കെട്ട് പണിത് സുരക്ഷിതമാക്കിയതിന് ശേഷം വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ജനജീവിതത്തെ വെച്ച് മനുഷ്യ ജീവനെ വെച്ച് പന്താടാൻ പാടില്ല. 8-ാം തീയതി ജാഗ്രതാ ദിനത്തിൻ്റെ ഉദ്ദേശം ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കൃത്യമായി നിശ്ചയിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുക. അവിടെ തന്നെ ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും വേർതിരിച്ച് മാറ്റി നിർത്തി വേണം റിപ്പോർട്ട് കൊടുക്കുവാൻ. 2, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഭീഷണിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ചെയ്യണം. പുതിയ അണക്കെട്ട് സ്ഥാപിച്ച് ജനങ്ങളുടെ ഭയം അകറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ ജനങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ജാഗ്രതാ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ വിഷയം പഠിക്കണം, അവബോധമുള്ളവരാകണം, പ്രതികരിക്കണം. ഗവൺമെൻറ്റുകൾ എങ്കിലേ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം.